വന്ദനമേ യേശുരക്ഷകനായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ. നിന്നാനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാൽ നിന്നുടെ വന്ദനം എന്നുമെൻ ഗാനമായി, നിന്നുടെ വന്ദനം എന്നുമെൻ ഗാനമായി. വന്ദനമേ യേശുരക്ഷകനൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങിയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണർന്ന എൻ്റെ കർത്താവിൻ്റെ പാദപിടം ചാർന്നിരിപ്പാൻ സഹായിച്ചല്ലോ. ആരോഗ്യത്തിലും സമാധാനത്തിലും സൗഭാഗ്യത്തിലും എഴുന്നേൽപ്പിച്ച ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം തിരുമുൻപാകെ എന്ന് ഏൽപ്പിച്ചു തരിക. ഇന്നുവരെയും ഞങ്ങളെ അത്ഭുതം അതിശയമായി കരം പിടിച്ച് നടത്തി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലവും ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപകളും അനുഗ്രഹങ്ങളും എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി എടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ജീവിതങ്ങളുണ്ട്, ഞങ്ങളുടെ കുടുംബങ്ങളുണ്ട്. കർത്താവേ, തിരുമുൻപാകെ ഒന്ന് ഏൽപ്പിച്ചു തരികയപ്പാ. ഞങ്ങളുടെ സകല പ്രാർത്ഥനാ വിഷയത്തെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയ്ക്കും സ്വർഗത്തിലെ അപ്പച്ചൻ മറുപടി നൽകും. ഞങ്ങളെ നിശ്ചയമായും മാനിക്കും, സഹായിക്കും, കരുതും. അതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സകല ഭാരങ്ങളും അങ്ങയുടെ മേൽ ഇട്ടു തരുവാൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ ഭാരം ചുമക്കുന്നൊരു നല്ല ദൈവം ഞങ്ങൾക്കുണ്ടല്ലോ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബത്തെ എത്ര കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന ആണും പെണ്ണുമായ കുഞ്ഞുങ്ങൾ, കുടുംബജീവിതത്തിലായിരിക്കുന്നവർ, ജോലി ചെയ്യുന്ന മക്കൾ, നാടും വീടും വിട്ട് വിദൂരത്തിലായിരിക്കുന്നവർ, കർത്താവ്, ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കൾ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർ, ഗർഭിണികളായിരിക്കുന്ന മക്കൾ, ജോലി തേടി അലയുന്ന മക്കൾ, കർത്താവ് എല്ലാവരെയും തിരുമുൻപാകെ രാവിലെ സമയം അടിയനെ ഏൽപ്പിച്ചു തരിക. ഓരോ മക്കളെയും കാണുന്ന ദൈവം, അറിയുന്ന ദൈവം അവിടുന്ന് ആകിയാൽ സ്തോത്രം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടുന്ന് വിടുവിക്കുന്ന ദൈവമാകിയാൽ തകർച്ചയോടെ, ഭാരത്തോടെ, രോഗത്തോടെ, വേദനയോടെ, അസ്വസ്ഥതകളോടൊക്കെ തമ്പുരാൻ്റെ പാദപീഠം ചാർന്ന് കടന്നു വരുന്ന തൻ്റെ മക്കൾ ഒരു നാളിൽ ലജ്ജിച്ചുവാൻ അവിടുന്ന് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും വിട്ടുവീച്ചെന്ന് പറയുവാൻ തക്കവണ്ണം പിന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കുമാറാകണം നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ യാചനയുടെ ശബ്ദം കേട്ട് ഞങ്ങളുടെ മാനിച്ച ദൈവം, കരുതിയ ദൈവം ഇന്ന് സർവ്വശക്തനാ. ബലമുള്ള കരങ്ങളിൽ ഓരോ വിഷയത്തെയും ഏൽപ്പിക്കട്ടെ കർത്താവേ. അപ്പം ഈ സമയം ഞങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. പരീക്ഷാ കാലഘട്ടം അപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, അവർക്ക് ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ, പ്രത്യേകിച്ച് 10, 11, 12 പഠിക്കുന്ന മക്കൾ, മറ്റ് വിവിധ കോഴ്സുകളിലെ ഡിഗ്രിക്കൊക്കെ ആയിരിക്കുന്നവർ, കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, അവർക്ക് ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണമേ. അവിടുത്തെ ആലോചനയാൽ നടത്തണമേ, ഓർമ്മശക്തി കൊടുക്കണമേ. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടുകൊണ്ട് അതിൻ്റെ ആൻസർ തയ്യാറാക്കി വയ്ക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരിക. കർത്താവ്, എൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളുണ്ട്, അപ്പോൾ അവരെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണമേ അപ്പ. ആരോഗ്യത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും ദൈവകൃപയിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ പാസ്സാകണം. കർത്താവിനെ മഹത്വപ്പെടുത്തണം, അതിനായി സഹായിച്ചാട്ട് ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. കർത്താവ്, OIT, IELTS ജർമ്മൻ പഠിക്കുന്ന മക്കൾ, പമറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, പ്രത്യേകിച്ച് വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് പ്രയത്നിക്കുന്ന മക്കൾ എല്ലാം തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. തമ്പുരാനവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനെ അത്ഭുതം ചെയ്യണമേ നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് മഹത്വം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. അപ്പോൾ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്ന മക്കളെ ആരോഗ്യത്തിലും സമാധാനത്തിലും കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായിരിക്കുന്ന മക്കളെ മാസം തീയോളം കൂട്ടിരുന്ന് സുഖപ്രസവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. എല്ലാ പ്രാർത്ഥന വിഷയം എന്നെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്ന അടിയൻ അറിയിക്കുന്നതിന് മുൻപേ സകലതും അറിയുന്നവൻ്റെ പാദപീഠത്തിലായിരിക്കുന്നത്. കർത്താവ്, ഈ സമയം ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരുന്നു. കർത്താവ്, ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും
സമർപ്പിക്കുന്നു. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിൽ ലിവറിനും കുഴപ്പമുള്ളവർ, എൻ്റെ കർത്താവെ ഉദരസംബന്ധമായ രോഗമുള്ളവർ, തലയ്ക്കകത്ത് വേദനയുള്ളവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഓപ്പറേഷനായി തയ്യാറെടുക്കുന്നവർ, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജി ഉള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, എൻ്റെ ദൈവമായ കർത്താവെ കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തൊരു, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, തലമുടി മുഴുവനും കൊഴിയുന്നവർ, കർത്താവെ പല വിധത്തിൽ വേദനിക്കുന്ന ജീവിതങ്ങളുണ്ട്. അപ്പൻ്റെ ബലമുള്ള കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരുന്ന നാഥ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, എൻ്റെ ദൈവമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സൗഖ്യമാക്കുന്ന ദൈവം നീ മാത്രമാണ്. ഗിലിയാദിലെ സുഗന്ധക്കൊഴുമ്പമായി കടന്നു വരണം, ഉച്ച മുതൽ പാദം വരെ താലോടണം, എല്ലാ സൗഖ്യം എൻ്റെ അപ്പച്ചൻ നൽകുമാറാകണം. അപ്പോൾ ആ സൗഖ്യം കാത്തു കിടക്കുന്ന ഓരോ മക്കളോടും കരുണ തോന്നണമേ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നീ സൗഖ്യം തന്ന് വിടുവിച്ചതാ, അപ്പോൾ അത് രുചിച്ചറിഞ്ഞതാ, അത് തിരിച്ചറിഞ്ഞതാ കർത്താവേ. ഇന്നും ആ കരം കുറുതല്ലല്ലോ, പക്ഷെ കേൾപ്പാൻ കഴിയാതെ ആ കാത് മന്ദമായി പോയിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കഷ്ടങ്ങളിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും വിടുവിപ്പാൻ സർവശക്തൻ്റെ ബലമുള്ള കരത്തിൽ ആശ്രയിച്ച് കടന്നു വരുമ്പോൾ തമ്പുരാനെ തൻ്റെ മക്കളുടെ മേൽ ആശീർവദിക്കണമേ, ആ കരമൊന്ന് തലോടണമേ. അന്ന് കർത്താവിൻ്റെ ആശ്ലേഷിക്കുന്ന കരം തൻ്റെ മക്കളുടെ മേലും തലോടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം പ്രാപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഇടയാക്കുമാറാകണം. അങ്ങനെ വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെയും സമർപ്പിക്കുന്നപ്പ നിന്റെ സമാധാനം ഓരോ മക്കൾക്ക് നൽകണം, പ്രത്യാശയോടെ ജീവിപ്പാൻ കൃപ നൽകണം. ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ, കുഞ്ഞുങ്ങളെയൊക്കെ സമർപ്പിക്കുക, അരുതാത്തതിലൊന്നും അകപ്പെട്ടുവാൻ അനുവദിക്കല്ലേ. ദുഷ്ടപിശാച് തമ്പുരാനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണരുതേ. ദൈവകൃപയിലും ദൈവഭയത്തിലും ജീവിപ്പാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്ത ഭാരങ്ങളും അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ നിന്നും വിടുവിക്കണമേ. ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ രാജ്യത്തെയൊക്കെ കാത്തോണേ. ഞങ്ങളുടെ അയൽവക്കങ്ങളെ, സഹോദരവർഗ്ഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, അനാഥരെ, വിധവകളെ സംരക്ഷിക്കണമേ. ആവശ്യഭാരങ്ങളുടെ നടുവിൽ കരയുന്ന മക്കളോട് മനസ്സലിയണമേ. നീറുന്ന വേദനകളിൽ കൂടി കടന്നു പോകുന്നവരെ സഹായിക്കണമേ. എല്ലാ സമസ്ത ഭാരവും അപ്പൻ്റെ പാദപീഠത്തിലോട്ട് ഏൽപ്പിച്ചു തരുന്നു. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിക്കാൻ സഹായിക്കണം. അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് ആവശ്യമാർന്ന ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ബലം തന്ന് സമാധാനത്തിൽ സൂക്ഷിക്കുമാറാകണം. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണം. പ്രത്യേകിച്ച് കർത്താവ് വാഹനം ഓടിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. ആപത്ത് അപകടങ്ങളിൽ നിന്ന് എല്ലാ മക്കളെയും വിടുവിക്കണമേ അപ്പ. എല്ലാ ഉപജീവനമാർഗത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കണേ അപ്പ. ദിനംതോറും വേണ്ടുന്നത് കൊടുത്ത് ഓരോ മക്കളെയും പോഷിപ്പിക്കണമേ കർത്താവേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണേ. കഷ്ടനഷ്ടം കൂടാതെ ഓരോ കാര്യങ്ങളും ചെയ്തെടുപ്പാൻ, തൃപ്തിയോടെ ജീവിപ്പാൻ, അനേകർക്ക് ആശ്വാസവും താങ്ങും തണലുമായിരിക്കാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങനെ അടിയൻ അറിയിക്കുന്നതിന് മുൻപേ ഞങ്ങളുടെ എല്ലാ വിഷയം അറിയാവുന്ന അപ്പച്ചൻ്റെ കരങ്ങളോട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഭാരമൊഴിഞ്ഞ് സ്വസ്ഥരാകാൻ സഹായിക്കണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം.